ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠർ, ഹൃദയ നൊമ്പരങ്ങളെ ഉള്ളിലൊതുക്കിക്കൊണ്ട് വിശ്വാസധീരതയോടുകൂടി മഹാപരിശുദ്ധനായ പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറിടത്തിലേക്ക് 15 നോമ്പിൻ്റെ പ്രാരംഭ ദിനങ്ങളാകുന്ന ഈ ദിവസങ്ങളിൽ കടന്നു വന്നിരിക്കുന്ന വിശ്വാസികൾ ഏവരുമേ, നാം ഇവിടെ ഇരിക്കുമ്പോൾ നാം നമ്മുടെ ബന്ധുക്കാരെയും ചാർച്ചക്കാരെയും നമ്മുടെ വീടും നമുക്കുള്ളതുമൊക്കെ നമ്മൾ അതാത് സ്ഥാനങ്ങളിലാക്കിയിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് വീട് നഷ്ടപ്പെട്ട് സ്വന്തക്കാരും ചാർച്ചക്കാരും ഒക്കെ ഒന്ന് ഉണർന്നെഴുന്നേറ്റപ്പോൾ ഇല്ലാതായ ഒരു കൂട്ടം ജനത വയനാടിൻ്റെ പ്രദേശങ്ങളിൽ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്നടച്ച് പ്രത്യേകാൽ ആ ജനതയെ നമുക്കൊരു നേരം ഓർക്കാം. കേരളം കണ്ട ഏറ്റവും ഭയാനകമായ ഉരുൾപൊട്ടലിൽ ചൂരൽമലയും അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളും എല്ലാം മണ്ണിനടിയിലായി. ഉറങ്ങുവാനായി പോയിരുന്നവർ പലരും നിത്യമായ ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു. ഒരു പ്രഭാതത്തിൽ നാം കാണുന്ന വിശേഷണമാണ് ഇപ്പോൾ കേട്ടത്. ശിമാ നമസ്കാരത്തില് വ്യാഴം പ്രഭാത നമസ്കാരത്തിൻ്റെ അവസാന ഭാഗത്തായിട്ട് കുക്കിലിയോൻ കഴിഞ്ഞിട്ട് വരുന്ന ഒരു കോലോയിൽ പ്രഭാതത്തെപ്പറ്റി ഒരു വിശേഷണം ഇപ്രകാരം പിതാക്കന്മാര് പാടിയിട്ടുണ്ട്. ശിമാ നമസ്കാരം എന്ന് പറയുന്നത് സാധാരണ ദൈറാകളിലും അരമനകളിലും സെമിനാരികളിലും ഒക്കെ മുഴങ്ങിക്കേൾക്കുന്നതായ നമസ്കാരത്തിൻ്റെ ക്രമമാണ് ശിമാ നമസ്കാരം. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ സ്ലീബായുടെ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ആ നമസ്കാരക്രമം ശിമാ നമസ്കാരത്തിലെ ബുധനാഴ്ചത്തെ നമസ്കാരമാണ്. വ്യാഴാഴ്ച നമസ്കാരക്രമത്തിലെ പ്രഭാതത്തിലെ ഒരു പാട്ടിനകത്ത് ഇപ്രകാരം പിതാക്കന്മാര് പാടുന്നു. ഉദയത്തിങ്കലുണർന്നപ്പോൾ യാക്കോബ് അത്ഭുതമീക്ഷിച്ചു തരമേ നാട്ടിയ ഗോവേണി തന്നഗ്രം വാനിലുരുമുന്നു വാനൂരിറേ ദൂതന്മാർ അതിലൂടേറി പോകുന്നു. അത് ഒരു ഭാഗത്ത് പറയുന്നു. ഉദയത്തിങ്കിൽ ഉണർന്നപ്പോൾ യാക്കോബ് അത്ഭുതം ഈക്ഷിച്ചു. ധരമേൽ നാട്ടിയ ഗോവേണിതൻ അഗ്രം വാനിലുരുമുന്നു വാനോരീറെ ദൂതന്മാർ അതിലൂടെ ഏറിപ്പോകുന്നു. ഈ ഭാഗം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലെയാണ്. യാക്കോബ് ബേഥേലിൽ വെച്ച് കാണുന്ന ഒരു ദർശനത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് പാടുന്ന അതിൻ്റെ തന്നെ രണ്ടാമത്തെ കോലോയിൽ പാടുന്ന ഇപ്രകാരമാണ്. ചൊന്നാൻ ശീമോനുദയത്തിൽ
കർത്താവേ, ഞാൻ നിന്നരുകിൽ എത്താൻ അരുളണമെന്നേവം ചൊല്ലി നാഥൻ തിരയിന്മേൽ നടകൊൾകന്നെ നമ്പുന്നോൻ പേടിച്ചിടേണ്ടൊന്നിനെയും. രണ്ടാമത്തെ ആ ഭാഗത്ത് പറയുന്നത് ശീമോൻ പത്രോസ് നമ്മുടെ കർത്താവിനെ കാണുവാനായിട്ട് കർത്താവിന് വെള്ളത്തിന്മീതെ നടന്നു വരുന്നത് കണ്ടിട്ട് ശീമോൻ പത്രോസ് അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. കർത്താവിനെ പോലെ നടന്ന് കർത്താവിൻ്റെ അടുക്കൽ വരുവാനായിട്ട് അവൻ പോകുമ്പോൾ ഭയം കൊണ്ട് താഴേക്ക് പോകുന്നതായിട്ടുള്ള ചിത്രത്തെ പിതാക്കന്മാര് വളരെ ചുരുക്കമായിട്ട് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. അതും ഒരു പ്രഭാതത്തിലാണ് എന്ന് പറയുന്നുണ്ട്. ചൊന്നാൻ ശീമോൻ ഉദയത്തിൽ കർത്താവേ, ഞാൻ നിന്റെ അടുക്കൽ വരുവാൻ അരുളണമേ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് ചൊല്ലി എന്ന് പറയുന്നു, തിരയിന്മേൽ നടകൊൾകന്നെ നമ്പുന്നോൻ പേടിച്ചിടേണ്ടൊന്നിനെയും. പേടിക്കാതെയുള്ളവർക്ക് എൻ്റെ അടുക്കലേക്ക് വരുവാനായിട്ട് പ്രത്യേകമായ കാര്യങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, നീ എന്നെ നമ്പിയാൽ മാത്രം മതി. നീ എന്നെ ആശ്രയിച്ചാൽ നിനക്ക് എൻ്റെ അടുക്കലേക്ക് വരുവാനായിട്ട് സാധിക്കുമെന്ന് നമ്മുടെ കർത്താവ് പറയുന്നതായ ഭാഗം. അത് മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 22 മുതൽ 33 വരെയുള്ള ഭാഗങ്ങളാണ്. ഈ രണ്ട് ഭാഗങ്ങളെ ഒന്ന് സമന്വയിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് യാക്കോബിൻ്റെ ദർശനമാണ്. നമുക്കറിയാം, ഗോത്രപിതാക്കന്മാരുടെ ശ്രേണിയിൽ മൂന്നാമതായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന പേരാണ് യാക്കോബ്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന് പറയുന്നു. യാക്കോബിനെ ബേസ് ചെയ്താണ് പിന്നീട് ഇസ്രയേൽ ചരിത്രത്തിൻ്റെ പിന്തുടർച്ച നമ്മൾ കാണുന്നതും ഈ യാക്കോബിൽ നിന്നാണ് പോകുന്നത്. യാക്കോബ് ബേഥേലിൽ വരുന്ന സംഭവത്തെയാണ് ഇവിടെ പറയുന്നത്. എന്നാൽ യാക്കോബ് നടന്നു വരുന്ന ആ ദൂരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ നമുക്കൊന്ന് നോക്കിയിട്ട് ധരമേൽ നാട്ടിയ ഗോവീണയിലേക്ക് നമുക്ക് തിരികെ വരാം. യാക്കോബ് എവിടെ നിന്നാണ് വരുന്നത്? യാക്കോബ് ബേഥേലിലേക്ക് വരുന്നതിന് മുമ്പ് യാക്കോബിന്റെ ചരിത്രം വളരെ വ്യക്തമായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 26 27 അധ്യായങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. സഹ ഉദരത്തിൽ പിറന്ന യാക്കോബ്, ആ യാക്കോബ് ജ്യേഷ്ഠനെ ചതിച്ചിട്ട് വരുന്ന വഴിയാണ്. ആദ്യം ജ്യേഷ്ഠാവകാശം അല്പം ആഹാരത്തിന് വേണ്ടിയിട്ട് തട്ടിയെടുത്തതായിട്ടാണ് നാം കാണുന്നത്. ജ്യേഷ്ഠാവകാശം കൈക്കലാക്കിക്കൊണ്ട് സഹ ഉദരത്തിൽ നിന്ന് വന്നവനായ ഒരു യാക്കോബിനെ നമുക്കിവിടെ കാണാം. രണ്ടാമതായിട്ട് യാക്കോബിനെ നമുക്ക് കാണുന്നതും മറ്റൊരു പാപത്തിൽ കൂടിയാണ്. സ്വന്തം സഹോദരൻ്റെ അനുഗ്രഹങ്ങളെ അപ്പൻ്റെ വാർദ്ധക്യാവസ്ഥയിൽ, അപ്പൻ്റെ ബലഹീനതയിൽ ചൂഷണം ചെയ്ത് അനുഗ്രഹത്തെ തട്ടിപ്പറിച്ചു വരുന്നവനാണ് യാക്കോബ്. രണ്ട് കാര്യങ്ങളിൽ യാക്കോബിനെ വളരെ വ്യക്തമായിട്ട് കാണാം. ഒന്ന്, സ്വന്തം സഹോദരനെ ചതിച്ച് കടന്നു വരുന്നവൻ. രണ്ട്, സ്വന്തം മനസ്സാക്ഷിയെ ചതിച്ച് കടന്നു വരുന്നവൻ. ശരിക്കും പാപത്തിൻ്റെ ഒരു വലിയ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന യാക്കോബ് പാപത്തിൻ്റെ അവസ്ഥ മൂർച്ഛിച്ചപ്പോൾ, തൻ്റെ പ്രാണൻ നഷ്ടപ്പെടുമെന്ന് ബോധ്യമായപ്പോൾ ഓടിപ്പോകുന്ന അവസ്ഥയിലാണ്. യാക്കോബ് ബേർഷേബയിൽ നിന്ന്
ഹാരാനിലേക്കുള്ള യാത്രയിൽ ഒരു സ്ഥലം കണ്ടപ്പോൾ അവന് ക്ഷീണം തോന്നി. അവനവിടെ കിടക്കുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ കിടക്കുന്ന അവസരത്തിൽ യാക്കോബ് കാണുന്നതായ ദർശനത്തെയാണ് ഇവിടെ പിതാക്കന്മാര് പറഞ്ഞിരിക്കുന്നത്. ധരമേൽ നാട്ടിയ ഗോവേണിതൻ അഗ്രം വാനിലുരുമുന്നു എന്ന് പറയുന്നുണ്ട്. 28 അധ്യായം അതിൻ്റെ 12 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലേണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്. യാക്കോബിനോട് ദൈവം ദർശനം നൽകുന്നത് ഈ ധരമേൽ നാട്ടിയ ഗോവേണിയുടെ അഗ്രം, ആ അഗ്രത്തിൽ നിന്നുകൊണ്ടാണ് യഹോവ യാക്കോബിനോട് അരുളി ചെയ്യുന്നത്. അവിടെ അരുളി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, പാപത്തിൻ്റെ ഒരു പന്താവിൽ കൂടി കടന്നു വരുന്ന യാക്കോബിന് ദർശനത്തിൽ കൂടി യഹോവ നൽകുന്ന മറുപടി വളരെ സ്പഷ്ടമാണ്. മകനെ യാക്കോബേ, നീ പോകുന്നതായ പാത, നീ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായ പാത, നീ വിചിന്തനം ചെയ്യേണ്ട ഒരു പാതയാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തുകയാണ്. 4 ദിവസം കൂടെ കഴിഞ്ഞാൽ പരിശുദ്ധ സഭ കൂടാരപ്പെരുന്നാൾ എന്ന് പറയുന്ന മഹനീയമായ പെരുന്നാളിലേക്ക് എത്തിച്ചേരും. കൂടാരപ്പെരുന്നാളിന് മറ്റൊരു പേരുകൂടിയുണ്ട്, രൂപാന്തരത്തിൻ്റെ പെരുന്നാൾ, ദ ഫീസ്റ്റ് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പെരുന്നാളാണ്. ഒരു മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ അവന് രൂപാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ പര്യാപ്തമായ ജീവിതശൈലിയിലേക്ക് അവൻ വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും പലവിധമായ യാത്രകളിലൂടെ കടന്നു പോകുന്നതാണ്. നമ്മുടെ പന്താവ് വേറെ ആർക്കും അറിയത്തില്ല എങ്കിലും അത് നമുക്ക് നന്നായിട്ടറിയാം. യാക്കോബിന് നന്നായിട്ടറിയാം യാക്കോബ് വരുന്ന വഴിയുടെ പ്രതിസന്ധിയും ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ വിച്ഛേദനവും യാക്കോബിന് വളരെ വ്യക്തമായിട്ട് അറിയുവാനായിട്ട് സാധിക്കും. യാക്കോബിൻ്റെ പന്താവിൽ നിന്ന് യാക്കോബിനൊരു രൂപാന്തരം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. കൂടാരപ്പെരുന്നാളിനെ ക്രിസ്തീയ വിശ്വാസത്തിൽ രൂപാന്തരത്തിൻ്റെ പെരുന്നാളാക്കി മാറ്റിയതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തു താബോർ മലയിൽ യാക്കോബും യോഹന്നാനെയും പത്രോസിനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഇരിക്കുന്നത് നല്ലതെന്ന് പത്രോസിന് തോന്നിയിട്ട് പത്രോസ് പറയുന്നുണ്ട്, ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. കാരണം അവിടെ രൂപാന്തരത്തിൻ്റെ അനുഭവമാണ്. രൂപാന്തരത്തിൻ്റെ അനുഭവത്തിൽ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കുവാനായിട്ട് തോന്നും. കാരണം വന്ന വഴികളെ പറ്റി ബോധ്യമുള്ളത് കൊണ്ട് രൂപാന്തരത്തിൻ്റെ അനുഭവം എന്നെയും നിങ്ങളെയും ഒന്ന് ദൈവസന്നിധിയിൽ ഇരുത്തുവാൻ പര്യാപ്തമായതാണ്. ഇവിടെ എന്താണ് ഈ ധരമേൽ നാട്ടിയിരിക്കുന്ന ഗോവേണി എന്നൊന്ന് പറയേണ്ടിയിരിക്കുന്നു. യാക്കോബ് ദർശിച്ച തരമേൽ നാട്ടിയിരിക്കുന്ന ഗോവേണി എന്താണ്? അതിലൂടെ ഈറയന്മാർ, മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണുന്നു എന്ന് പറയുന്നുണ്ട്. പിതാക്കന്മാര്, പ്രത്യേകിച്ച് പൗരസ്ത്യ പിതാക്കന്മാര്, സിറിയയിലെ പിതാക്കന്മാര് പലപ്പോഴും ഈ ഗോവേണിയെ കാണുന്നത് കർത്താവിൻ്റെ കുരിശിനോട് ബന്ധിച്ചുകൊണ്ടാണ്. കാരണം സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യന് കയറിപ്പോണമെന്നുണ്ടെങ്കിൽ we need a ladder. The ladder is cross.
നമുക്കൊരു ഗോവേണി ആവശ്യമാണ്. കർത്താവ് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. പൗലോസ്ലീഹ വീണ്ടും പറയുന്നുണ്ട്, കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ധരമേൽ നാട്ടിയ ഗോവേണി എന്ന് പറയുന്നത് കർത്താവിൻ്റെ കുരിശാണ്. ആ കുരിശിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിലേക്ക് കയറുവാനുള്ള പടവുകൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ കുരിശ് അപ്രകാരമുള്ള ഒന്നാണ്. എന്നെയും നിങ്ങളെയും സ്വർഗത്തിലേക്ക് കയറ്റുവാൻ പര്യാപ്തമായ ഒരു ഗോവേണിയാണ് കുരിശ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ കുരിശ് കാണുമ്പോൾ കുരിശ് വരയ്ക്കും, നമ്മൾ കുരിശ് ധരിക്കും. പക്ഷേ ആ കുരിശ് നമ്മളോടൊക്കെ സന്നിവേശിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശത്തെ നമ്മൾ മറന്നു പോകാറുണ്ട്. അതില്ല എങ്കിൽ ഗോവേണിയുടെ ആദ്യത്തെ പടി ചവിട്ടുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ആ കുരിശ് നമ്മളോട് പറയുന്നത് ത്യാഗത്തിൻ്റെ സ്നേഹത്തെ പറ്റിയാണ്, ത്യാഗപൂർണമായ ഒരു സ്നേഹത്തെ പറ്റിയാണ്. അത് ആദ്യമേ ഉണ്ടെങ്കിൽ മാത്രമേ ആ പടിയുടെ ആദ്യത്തെ പടിയിൽ കയറി നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. കർത്താവ് പറയുന്നുണ്ട്, നീ തന്നെത്താനെ വെറുമയാക്കണം. പറയുന്നുണ്ട്, ഒരുവൻ തന്നെത്താൻ താഴ്ത്തിയാൽ എന്ത് ചെയ്യും? അവൻ ഉയർത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തിയാൽ അവൻ ഉയർത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തിയ ഒരുവനാണ് നമ്മുടെ കർത്താവ്. ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവനൊന്നും ഉണ്ടായിരുന്നില്ല. കിടക്കുവാൻ അല്പമിടമില്ല, പുതയ്ക്കുവാൻ കീറ്റുശീലയില്ല, ആരും സംരക്ഷിക്കപ്പെടുവാനായിട്ട്, അവനെ സംരക്ഷിക്കുവാനായിട്ട് ആരുമില്ല. കേവലം കന്യക ഗർഭം ധരിച്ചു എന്ന കാരണത്താൽ പുച്ഛിച്ചു തള്ളുവാനായിട്ട് ഉള്ളവർ മാത്രമേ കർത്താവിനുണ്ടായിരുന്നുള്ളൂ. ത്യാഗപൂർണമായ സ്നേഹം ആ കൽത്തൊട്ടി മുതൽ, ആ പുൽത്തൊട്ടി മുതൽ കാൽവറി കുരിശ് വരെയും കർത്താവ് കാണിക്കുന്ന ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പൂർത്തീകരണമാണ് കാൽവറി ക്രൂശിൽ നാം കാണുന്ന കർത്താവിൻ്റെ ക്രൂശിതമായ രൂപം. ആ എളിമയുടെ രൂപം അതാണ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. ആ ക്രിസ്തു നമ്മളോട് പറയുന്നത്, ധരമേൽ നാട്ടിയ ഗോവേണി എന്ന് പറയുന്നത് കർത്താവിൻ്റെ ക്രൂശാണ്. ആ ക്രൂശിനെ നമുക്ക് മുറുകെ പിടിക്കാം. ആ ക്രൂശിനെ മുറുകെ പിടിക്കുമ്പോൾ പാമ്പാക്കുട നമസ്കാര ക്രമത്തിനകത്ത് വളരെ വ്യക്തമായ ഒരു പ്രാർത്ഥനയുണ്ട്. മാബൂഗിലെ മാർ പീലക്സിനോസ് ബാബായുടെ ഒരു പ്രാർത്ഥന, രഹസ്യ പ്രാർത്ഥനയായിട്ട് പിതാക്കന്മാര് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഞെരുങ്ങിയിരിക്കുന്നവരുടെ തുറമുഖവും വലഞ്ഞിരിക്കുന്നവരുടെ സങ്കേതവുമായുള്ളോനെ നിനക്ക് സ്തുതി. ആദ്യം മുതലേ തൻ്റെ രാജ്യത്വവും തലമുറ തലമുറ വരന്റെ അധികാരവും നിലനിൽക്കുന്ന രാജാവേ നിനക്ക് സ്തുതി. കുരുടന്മാരുടെ പ്രകാശവും വഴിതെറ്റിപ്പോയവരെ വഴി കാണിക്കുന്നവനുമായുള്ളോനെ നിനക്ക് സ്തുതി. നിരാശയിലിരിക്കുന്നവരുടെ ശരണവും സഹായമില്ലാത്തവരുടെ ആശ്രയവും ആയുള്ളവനെ നിനക്ക് സ്തുതി. മുട്ടുകാരുടെ ധനവും ഹീനന്മാരുടെ ഉയർച്ചയുമായുള്ളവനെ നിനക്ക് സ്തുതി. പുണ്യവാന്മാരുടെ രക്ഷിതാവും ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നവനുമായുള്ളവനെ നിനക്ക് സ്തുതി. പിതാക്കന്മാര് പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയാണ്. മാബൂഗിലെ പീലക്സിനോസ് എന്ന് പറയുന്നത് പൗരസ്ത്യ പിതാവായ സിറിയയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പിതാവാണ്.
ക്രിസ്തുശാസ്ത്രത്തെപ്പറ്റി വളരെ വ്യക്തമായിട്ട് സഭയെ പഠിപ്പിച്ച ഒരു പിതാവാണ്. എന്നാൽ അതിലുപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയിൽ കൂടി എങ്ങനെ ഉയരങ്ങളിലേക്ക് പടിപടിയായി നടന്നു കയറാമെന്നുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളിലൂടെയൊക്കെ ഞാനും നിങ്ങളും കടന്നു പോകുന്നതാണ്. നമ്മൾ ഞെരുങ്ങിയിരിക്കുന്നവരായിരിക്കാം, വലഞ്ഞിരിക്കുന്നവരായിരിക്കാം, അന്ധകാരം നമ്മുടെ ചുറ്റിനും നിൽക്കുന്നവരായിരുന്നിരിക്കാം, നിരാശയിലായിരിക്കുന്നവരായിരിക്കാം, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരുന്നിരിക്കാം, പലപ്പോഴും ദുഃഖത്തിൻ്റെ പിടിയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. നമുക്കുള്ളവർ എന്ന് തോന്നുന്ന പലരും നമ്മളെ കൈവിട്ട് യാത്ര ചെയ്യുമ്പോൾ നാം ചെയ്ത എല്ലാ കാര്യങ്ങളെയും വിസ്മരിച്ചുകൊണ്ട് നിന്നെ എനിക്കറിയില്ല എന്ന് പത്രോസ് പറയുന്നത് പോലെയുള്ള അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവരാകാം ഞാനും നിങ്ങളും. പക്ഷേ കർത്താവ് പറയുന്നു, ക്രൂശിലേക്കൊന്ന് നോക്കുക, ക്രൂശിലേക്കൊന്ന് നോക്കുക. ഒരിക്കൽ ഒരു സ്ത്രീയുടെ മകൻ, എന്നും പള്ളിയിൽ പോകുന്ന ഒരു സ്ത്രീയുടെ മകൻ അകാലത്തിൽ വേർപെട്ടു. പള്ളിയിൽ വന്നുകൊണ്ട് പുരോഹിതനോട് ചോദിച്ചു, അച്ഛാ, എൻ്റെ കുഞ്ഞ് വേദന അനുഭവിച്ചപ്പോൾ, എൻ്റെ കുഞ്ഞ് മരണത്തെ പുൽകിയപ്പോൾ ഈ ദൈവം എവിടെയായിരുന്നു? Where is the God? എവിടെയാണ് എൻ്റെ ദൈവം? ഞാനും നിങ്ങളും പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വേദനയുടെ മധ്യത്തിൽ, നിരാശയുടെ മധ്യത്തിൽ ഞാനും നിങ്ങളും അറിയാതെ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണ്. വിശ്വാസത്തിൻ്റെ ആഴമില്ലാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അറിയാതെ നമ്മൾ ചോദിച്ചു പോകും, ദൈവമേ നീ എവിടെയാണ്? അനേകം പേരുടെ ജീവിതവും കടപ്പാടും ഒക്കെ നഷ്ടപ്പെട്ട് നിരിക്കുന്ന പലരും ഇന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. വയനാട്ടിലെ ചൂരൽമലയിൽ നമുക്ക് ഒരു പള്ളിയുണ്ട്. പള്ളിയുടെ ഒരു ഭാഗം പോയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ചോദ്യം വളരെ പ്രസക്തമാണ്, ദൈവം എവിടെയാണ്? നിരീശ്വരവാദികൾ ഒന്നടങ്കം ചോദിക്കുന്ന ചോദ്യവും ഇത് തന്നെയാണ്. ഈ ലോകത്തിൽ ഇതെല്ലാം നടക്കുമ്പോൾ ദൈവം എവിടെയാണ്? പുരോഹിതൻ വളരെ സൗമ്യമായിട്ട് മറുപടി പറഞ്ഞു, ക്രൂശിൽ കിടക്കുന്ന തൻ്റെ പുത്രൻ അവിടെ ആയിരുന്നപ്പോൾ ആ പിതാവാൻ ദൈവം എവിടെയായിരുന്നു? ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് വിളിച്ചപ്പോൾ ഈ ദൈവം എവിടെയായിരുന്നു? എൻ്റെ ആത്മാവിനെ നിന്റെ കൈകളിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവം എവിടെയായിരുന്നു? നിങ്ങൾക്കറിയാമോ, ആ പ്രാർത്ഥന അന്ന് കർത്താവ് പറഞ്ഞതല്ല. നമ്മൾ വായിക്കുമ്പോൾ, വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം, കർത്താവ് ക്രൂശിന്മേൽ പറഞ്ഞ 7 തിരുവചനങ്ങളുടെ അതിലൊന്നായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. എന്ത്? ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ കൈകളിൽ ഭരമേൽപ്പിക്കുന്നുവെന്ന്. പക്ഷേ കർത്താവ് അന്ന് പറഞ്ഞതായിട്ടല്ല യഹൂദമത പാരമ്പര്യത്തിൽ പറയുന്നത്. എല്ലാ യഹൂദ ബാലന്മാരും കിടന്നുറങ്ങുന്നതിന് മുൻപായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്ന ഒരു പാരമ്പര്യം യഹൂദമതത്തിലുണ്ട്. ആ യഹൂദമതത്തിലെ പാരമ്പര്യമാണ് കർത്താവ് ക്രൂശിന്മേൽ നിന്നുകൊണ്ട് ചൊല്ലുന്നത്. യഹൂദ ബാലന്മാർ കിടക്കുന്നതിന് മുൻപ് പറയും, നാളെ എന്ത് സംഭവിക്കുമെന്നറിയില്ല, ഉദയത്തിങ്കൽ ഉണരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയില്ല, ഭൂമി കുലുക്കമാകാം, പ്രളയമാകാം, എന്തെല്ലാം വേദനകളുമാകാം, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല.
അതുകൊണ്ട് ഓരോ യഹൂദ ബാലനും കിടക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കും. എന്ത് പ്രാർത്ഥിക്കും? ദൈവമേ, ഞാൻ എൻ്റെ പ്രാണനെ നിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. നമ്മൾ അങ്ങനെയാണോ ഇന്ന്? നമ്മൾ ഉറങ്ങുവാൻ പോകുമ്പോൾ മൊബൈലിലെ അവസാനത്തെ വാട്സപ്പിൻ്റെയും മെസ്സേജ് നോക്കി, അവസാനത്തെ വീഡിയോയും കണ്ട്, അല്ലെങ്കിൽ സീരിയൽ ഓൺ ചെയ്ത്, ടി വി ഇപ്പം ബെഡ്റൂമിലായിട്ടുണ്ടല്ലോ, അതും കണ്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് നമ്മൾ ഒരു പക്ഷെങ്കിൽ ഉറങ്ങിയിരിക്കും. പക്ഷേ ഒരു യഹൂദ ബാലൻ അവൻ കിടക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ദൈവമേ, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ. ഇതിൽ കൂടി വലിയൊരു പ്രാർത്ഥനയുണ്ടോ? എൻ്റെ ആത്മാവിനെ നിന്റെ. കാരണം രാവിലെ ശ്വാസം കിട്ടിയെങ്കിലേ കിട്ടി എന്ന് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. രാവിലെ ഉണർന്നെങ്കിൽ മാത്രമേ ഉണർന്നെന്ന് പറയുവാനായിട്ട് സാധിക്കൂ. നമുക്ക് മാത്രമല്ല, നമ്മുടെ കൂടെ കിടക്കുന്നവർക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും ആർക്കും പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങൾ പരമേൽപ്പിക്കുന്നു. ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എവിടെയായിരുന്നു ആ ദൈവം? തൻ്റെ പുത്രനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന അവസാനത്തെ കൗമ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ, ദൈവമേ നീ പരിശുദ്ധൻ, അത് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം നമ്മൾ പൊക്കോളും. ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ, എളുപ്പം പറഞ്ഞ് കൃപ നിറഞ്ഞ മറിയമേയും ചൊല്ലി നമ്മൾ ദിവസവും അവസാനിപ്പിക്കും. പക്ഷേ ഹൃദയത്തിൽ തട്ടുന്നുണ്ടോ എവിടെങ്കിലും? ദൈവമേ നീ പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ എവിടെങ്കിലും തട്ടാറുണ്ടോ? ദൈവമേ, ഞാൻ പാപിയാണ്. ദൈവമേ നീ ബലവാനെന്ന് പറയുമ്പോൾ അല്പനേരത്തേക്ക് ശ്വാസം പിടിച്ചു വെക്കാൻ കഴിയാത്ത, കേവലം ശ്വാസം എടുക്കുവാൻ കഴിവില്ലാത്തവനായ മനുഷ്യനാണ് ഞാനെന്ന്, ബലഹീനനാണെന്ന് നമുക്ക് തോന്നാറുണ്ടോ? ദൈവമേ നീ മരണമില്ലാത്തവെന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കാറുണ്ടോ അടുത്ത നിമിഷം മരണം നമ്മളെ പതിയിരിക്കുകയാണ്? 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോൺ ദ ലാഡർ എന്ന് പറയുന്ന ഒരു പിതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിനോടുകൂടെ ദ ലാഡർ എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഗോവേണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണമുണ്ട്. അദ്ദേഹം സ്വർഗത്തിലേക്ക് കയറുവാനുള്ള അതിനുള്ള ഗോവേണിയുടെ പല പടികളെപ്പറ്റി അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. മൗണ്ട് സിനായ് എന്ന് പറയുന്ന ആ പർവ്വതത്തിലെ ഒരു മൊണാസ്ട്രിയിൽ ജീവിച്ചിരുന്ന വിശുദ്ധ പിതാവാണ് ജോൺ ദ ലാഡർ. അദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന പ്രകാരം നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് മനസ്സിലാക്കേണ്ടത്, ചില കാര്യങ്ങളെ നാം ദൈവത്തോട് ചേർത്ത് വെക്കുവാനായിട്ട് സാധിക്കണം. നമ്മുടെ പ്രാണൻ ഇന്ന് കാണുന്നതും അല്പം നേരത്തേക്ക് കാണുന്നതും പിന്നെ ഇല്ലാതെ പോകുന്നതുമാണ് എന്നുള്ള തോന്നൽ, ദ കോൺഷ്യസ്നെസ് ഓഫ് ഡെത്ത്, അത് ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട്. ആ ഒരു ബോധ്യം, ഞാൻ മരണമുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ള ബോധ്യം. നമ്മൾ മരണമില്ലാത്തവനേ നീ പരിശുദ്ധനെന്ന് പറയുമ്പോൾ ഉള്ളിൽ തൊടയണം, ചങ്കിൽ തറയ്ക്കണം, ഞാൻ മരണമുള്ളവനാണ് എന്ന്. എന്നിട്ട് പറയാൻ സാധിക്കണം, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ എന്ന് പറയാൻ. ഞങ്ങൾക്ക് വേണ്ടി കുരിശുമരണം അനുഭവിച്ചവനെ, എന്തിനു വേണ്ടിയിട്ട്? മൺമേനായ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കയറ്റുവാൻ തക്കവണ്ണം ഒരു ലാഡറായിട്ട് കർത്താവിൻ്റെ കുരിശുമരണം ഈ ലോകത്തിലേക്ക് വന്നത്. കർത്താവിൻ്റെ ക്രൂശിലെ രക്തം, കർത്താവിൻ്റെ ക്രൂശ് നമ്മളെ സ്വർഗത്തിലേക്ക് കയറ്റുവാൻ പര്യാപ്തമാണ് എന്നുള്ള ബോധ്യം എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തെ
അതിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കണം, അവിടേക്ക് ഉയരുവാനായിട്ട് സാധിക്കണം. മാത്യു ഹെൻറി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള വേദ പഠിതാവുണ്ട്, വേദങ്ങളെ വ്യാഖ്യാനിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം പറയുന്നത്, മറ്റൊരു വ്യാഖ്യാനം ഇതിന് കൊടുത്തിട്ടുണ്ട്, ഈ ഗോവേണിക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? മൺമേരായ മനുഷ്യർ സ്വർഗത്തിലെ ജ്ഞാനത്തിലേക്ക്, മനുഷ്യന്റെ ബുദ്ധി കേവലം ബൗദ്ധികമായ, കേവലം മണ്ണുകൊണ്ട് മനയപ്പെട്ട ഈ ബ്രെയിൻ എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. മൺമേനായ മനുഷ്യന്റെ നഷ്ടപ്പെട്ടു പോകുന്ന ബ്രെയിൻ, ആ ബ്രെയിനിലേക്ക് ദൈവത്തിൻ്റെ ജ്ഞാനത്തെ കൊണ്ടുവരുവാനുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ദൈവിക ജ്ഞാനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലാഡറിൽ കൂടി കയറി മുകളിലേക്ക് പോകണം. അവിടെ നമ്മുടെ ജ്ഞാനം ദൈവിക ജ്ഞാനമായിട്ട് മാറും. വീണ്ടും ഞാൻ പമ്പാക്കുട നമസ്കാരത്തിലെ ശനിയാഴ്ചത്തെ ഒരു പ്രാർത്ഥനയിലേക്ക് വരികയാണ്. ശനിയാഴ്ച രഹസ്യ പ്രാർത്ഥനയിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട്: കർത്താവായ യേശു മിശിഹാ, നിന്റെ ബോധം ജ്ഞാനങ്ങളുടെ ഉറവയായിരിക്കാനും പുതിയ ലോകത്തിൻ്റെ രഹസ്യങ്ങൾ അതിൽ വെളിപ്പെടുവാനും എന്നെ യോഗ്യനാക്കണമേ. എൻ്റെ ബോധം ജ്ഞാനങ്ങളുടെ, ആ ബോധവും ജ്ഞാനവും രണ്ടും രണ്ടാണ്. ഒന്ന് ബോധം എന്ന് പറയുന്നത് നമ്മുടെ ബൗദ്ധികത, നമ്മുടെ ബുദ്ധി. എന്നാൽ ആ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവികമായ ജ്ഞാനം. അതുകൊണ്ട് ഈ ഗോവേണിയിലൂടെ കയറിപ്പോയാൽ നമുക്ക് എന്ത് കിട്ടും? ദൈവികമായ ജ്ഞാനം കിട്ടും. ദൈവികമായ ജ്ഞാനം പ്രാപിപ്പാൻ ഒരു മനുഷ്യൻ ഉദയത്തിങ്കൽ ഉണരുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തൻ്റെ ബുദ്ധിയെ സമർപ്പിക്കണം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെയും ദൈവമേ നിന്റെ ജ്ഞാനത്തിന് അനുസൃതമായിരിക്കണമേ. ദൈവമേ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ ബുദ്ധി കൊണ്ടായിരിക്കരുതേ, നിന്റെ ജ്ഞാനം കൊണ്ടായിരിക്കണമേ. ഉദയത്തിങ്കൽ ഉണർന്നപ്പോൾ യാക്കോബ് അത്ഭുതമീക്ഷിച്ചു. ധരമേൽ നാട്ടിയ ഗോവേണിതൻ അഗ്രം വാനിലുരുമ്മുന്നു, വാനോരീറെ ദൂതന്മാർ അതിലൂടേറി പോകുന്നു. ഞാനും നിങ്ങളും രാവിലെ ബുദ്ധിയെ സമർപ്പിച്ച് ദൈവിക ജ്ഞാനത്തിലേക്കൊന്ന് നോക്കി കർത്താവിൻ്റെ ക്രൂശാകുന്ന ലാഡറിലൂടെ കടന്നു എന്ന് കർത്താവിൻ്റെ ജ്ഞാനത്തെ പകർന്നു പിടിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നന്നാകും. നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകും. നമ്മുടെ ജ്ഞാനത്തിൻ്റെ, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ അളക്കുന്നതിനപ്പുറത്താണ് ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, 121-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ കണ്ണ് ഞാൻ പർവ്വതത്തിലേക്ക് ഉയർത്തും. 121-ാം സിമുറായിൽ നമ്മളെല്ലാ വൈകിട്ടും പറയുന്നുണ്ട്, എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തും, എന്നെ സഹായിക്കുന്നവൻ അവിടെ നിന്ന് വരും. ഇന്ന് ഞാനും നിങ്ങളും ഈ ദേവാലയത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിലേക്കൊന്ന് നോക്കണം, ഉയരങ്ങളിലേക്ക് നോക്കണം. ദൈവമേ, ഞാൻ ചെയ്യുന്നതായ കാര്യങ്ങൾ എൻ്റെ ബുദ്ധി കൊണ്ടാണോ നിന്റെ ജ്ഞാനം കൊണ്ടാണോ ചെയ്യുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവിക ജ്ഞാനത്തെ പ്രാപിക്കുക എന്ന് പറയുന്നത് ഈ ലാഡറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനത്തെ കർത്താവ് ഇന്ന് അഭിമന്യ തിരുമേനി രാവിലെ ഓർമ്മിപ്പിച്ചപ്പോൾ പറഞ്ഞു, കർത്താവ് ദൈവവുമായിരുന്നു, കർത്താവ് മനുഷ്യനുമായിരുന്നു. കർത്താവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ പ്രകടമായ ധാരണകൾ നമുക്ക് കാണാം. കർത്താവ് ഗിരിപ്രഭാഷണമൊക്കെ നടത്തും. കർത്താവ് വഞ്ചിമേൽ കയറി നിന്നുകൊണ്ട് സംസാരിക്കും, അത്ഭുതങ്ങൾ ചെയ്യും, അനേകം പേരെ സൗഖ്യപ്പെടുത്തും. പക്ഷേ അടുത്ത നിമിഷം നമ്മുടെ കർത്താവ് പോകുന്നത് എവിടേക്കാണ്? ആരും കാണാതെ, ആരോരും അറിയാതെ
അവിടെ മാറി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാം. ആരും കാണാതെ, ആരോരും അറിയാതെ മാറി നിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവിക ജ്ഞാനത്തെ പ്രാപിക്കുന്ന ഓരോ വിശുദ്ധനും ഇന്ന് പരിമലത്തിന്മേണ്ട മണ്ണിൽ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ വിശുദ്ധൻ അനേക അത്ഭുതങ്ങളെ ചെയ്തു. ഇന്നുകൊണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലാഡറിൽ കൂടി കയറിയിട്ട്, ഈ ഗോവേണിയിൽ കൂടി കയറിയിട്ട് ദൈവിക ജ്ഞാനത്തെ പ്രാപിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുവാൻ സാധിക്കുന്നത്. കേവലം തൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരാത്മീയമായ ജീവിതമായിരുന്നില്ല പരിശുദ്ധ പരിമല തിരുമേനിയുടെ. ഇന്ന് 15 നോമ്പ് നമ്മൾ നോക്കുന്ന അവസരത്തിൽ പരിശുദ്ധ മാതാവിനെ പറ്റി ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഗബ്രിയേൽ മാലാഖ അവളോട് പറയുന്ന ഒറ്റ വാക്യമുണ്ട്. 1-ാം അധ്യായവും 2-ാം അധ്യായവും വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, ഗബ്രിയേൽ മാലാഖ അവളോട് പറയുന്ന ഒരേ ഒരു കാര്യമാണ്. എന്താണ് പറയുന്നത്? കൃപ ലഭിച്ചവളെ നിനക്ക് സമാധാനം. കൃപ ലഭിച്ചവളെ നിനക്ക് സമാധാനം. ബൗദ്ധികമായ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ കൃപ അവൾക്ക് ലഭിച്ചു. ആ ജ്ഞാനത്തെ പ്രാപിപ്പാൻ തക്കവണ്ണം കന്യാമറിയാമിന് സാധിച്ചു. അതുകൊണ്ടാണ് തിരിച്ചു മറുപടി പറയുന്നത്, അവിടുത്തെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കും പറയുവാനായിട്ട് സാധിക്കണം, നിന്റെ ഹിതം പോലെ ഇന്ന് ഭവിക്കട്ടെ. ഞാനും നിങ്ങളും ഉദ്ദേശിക്കുന്ന, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ യാത്ര ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ പ്രിയരെ, അതൊരു പക്ഷെങ്കിൽ നേരായ യാത്രയാകണമെന്നൊരു നിർബന്ധമില്ല. മറ്റാരെങ്കിലും കാണിച്ചു തരുന്ന പാതയിലൂടെയാണെങ്കിലും ദൈവീക പാതയില്ല എങ്കിൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അപ്രയം പാടുന്നു, യാക്കോബിനെ നോക്കിക്കൊണ്ട് പാടുകയാണ്. കർത്താവേവൻ ചാദീവുകളും കൂടുതല തന്ത്രമതൊക്കെയുമേ നിത്യമകറ്റും നിർമ്മലമാം ചിത്തമെനിക്കേകിടണമേ. കുടിലതയും ചതിവും മുതൽക്കൂട്ടായുണ്ടായിരുന്ന യാക്കോബിനെ പരിപൂർണമായിട്ട് ബഥേലിൽ വെച്ച് മാറ്റിമറിക്കുന്നതായ കർത്താവിനെ നമുക്ക് കാണാം. എന്നിട്ട് യാക്കോബ് അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇവിടെ ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് യാക്കോബ് മനസ്സിലാക്കുന്നു. കാരണം രൂപാന്തരത്തിലേക്ക് വരുമ്പോൾ അവൻ വളരെ വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. യാക്കോബ് 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം. ഞാനോ അതറിഞ്ഞില്ല. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. ഞാനും നിങ്ങളും ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ആലയങ്ങളായിട്ട് മാറണം. കുടുംബങ്ങൾ ആലയങ്ങളായി മാറണം. പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങൾ ആലയങ്ങളായി മാറണം. അപ്പോൾ ദൈവ സാന്നിധ്യ ബോധം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. യാക്കോബ് ദർശിക്കുന്നതായ ഗോവേണിയും അതിലൂടെ കയറിയിറങ്ങുന്നതായ മാലാഖമാരും നമുക്കും അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ആലയത്തെ കാണുവാനും ഇവിടെ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുവാനും നമുക്ക് സാധിക്കണം. വിശ്വാസത്തിൻ്റെ കണ്ണാൽ നോക്കുമ്പോൾ നമുക്കിത് കാണും. സാധാരണ കേവലം ദുർബലനായ മനുഷ്യന്റെ കണ്ണുകളിൽ കൂടി നോക്കിയാൽ അവനിത് പറയും, അതൊരു ഡ്രീം അല്ലായിരുന്നു, അതൊരു യാദൃശ്ചികമല്ലായിരുന്നു, അതൊരു ഡ്രീമായിട്ട് കണ്ടേനെ. പക്ഷെ യാക്കോബ് അങ്ങനല്ല. അവന്റെ വഴികളെപ്പറ്റി അവന് വ്യക്തമായ ബോധ്യമുണ്ട്. അവനെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു.
രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയട്ടെ. ഇതിൻ്റെ രണ്ടാമത്തെ കോലോയിലേട്ട് വരട്ടെ. ആ കോലോയിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധനായ പത്രോസ്ലീഹായെ പറ്റിയാണ്. ചൊന്നാൻ ശീമോനുദയത്തിൽ കർത്താവേ ഞാൻ നിന്നരുകിൽ എത്താൻ അരുളണമെന്നേവം ചൊല്ലി നാഥൻ തിരയന്മേൽ നടകൊൾകന്നെ നമ്പുന്നോൻ പേടിച്ചീടൻ ഒന്നിനെയും. കർത്താവിൻ്റെ അടുക്കിലേക്ക് നടന്നെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള പത്രോസ്ലീഹ, പത്രോസ് ദർശിച്ച സമദൂരം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. സാധാരണ കർത്താവിൻ്റെ ജീവിതത്തിലെയും ശിഷ്യന്മാരുടെ ജീവിതത്തിലെയും സംഭവങ്ങൾ സമവീക്ഷണ സുവിശേഷങ്ങളിൽ, അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ ഏവങ്കലിസ്തന്മാരുടെ സുവിശേഷങ്ങളിൽ ആവർത്തിച്ച് വരാറുണ്ട്. പക്ഷെ ഈ സംഭവം മത്തായിയിൽ മാത്രമുള്ളതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം പറയുന്ന ഒരു സംഭവമാണ്. പത്രോസ് കർത്താവിനെ കണ്ടുകൊണ്ട് നടന്നെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നതും വിശ്വാസത്തിൻ്റെ അഭാവത്താൽ ഭയം കൊണ്ട് അവൻ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്നതും നമ്മുടെ കർത്താവ് കൈ നീട്ടിക്കൊടുത്തു. He stretched out his hand and he held his hand. കൈ നീട്ടിക്കൊടുക്കുകയാണ്. കുഷ്ഠരോഗിയെ കണ്ടിട്ട് കർത്താവ് കൈ നീട്ടിക്കൊടുക്കുകയാണ്. മുടന്തനെ കണ്ടുകൊണ്ട് കൈ നീട്ടിക്കൊടുക്കുകയാണ്, പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. പത്രോസ് ദർശിച്ചതായിട്ടുള്ള ഒരു സമദൂരത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പത്രോസിനെ വിളിക്കുമ്പോൾ എന്ത് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്? പത്രോസേ, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. പത്രോസിനെ വിളിച്ച് വേർതിരിക്കുന്നത് അങ്ങനെയാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്നല്ല വിളിക്കുന്നത്, ഞാൻ നിങ്ങളെ അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നു. ഇനിയും നിങ്ങൾ ദാസന്മാരല്ല, സമദൂരത്തോടുകൂടി കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുവാനായിട്ട് സാധിക്കുന്നവരായിരിക്കണം. കർത്താവിനെ പോലെ തന്നെ വെള്ളത്തിന്മീതെ നടക്കുവാൻ പര്യാപ്തനായിട്ടുള്ളവനാണ് പത്രോസ്. വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോൻ പറഞ്ഞാൽ മാറിപ്പോകും. കടുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്കത് സാധിക്കുമെന്ന് പറയുമ്പോൾ എന്നെയും നിങ്ങളെയും പത്രോസിനെയും ഒക്കെ വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ജീവിത പ്രവർത്തനങ്ങളുമായിട്ട് നമുക്കും പോകുവാനായിട്ട് സാധിക്കും. വിശുദ്ധന്മാർ വിശുദ്ധിയിലേക്ക് പോകുന്നത് അങ്ങനെയാണ്. കാന്തത്തോട് ചേർത്ത് വെക്കുന്ന പച്ചിരുമ്പ് കുറച്ച് കഴിയുമ്പോൾ പച്ചിരുമ്പ് കാന്തത്തിൻ്റെ ശക്തി ഉണ്ടാകും, പക്ഷേ കാന്തമായി മാറുകയില്ല, കാന്തത്തിൻ്റെ ശക്തി ഉണ്ടാകും. പരിശുദ്ധ പരിമല തിരുമേനി കർത്താവിന് തുല്യനാണെന്ന് നമ്മൾ പറയാറില്ല. പരിശുദ്ധ പരിമല തിരുമേനി കർത്താവിൻ്റെ സ്ഥാനത്തല്ല നമ്മൾ കാണുന്നത്, കർത്താവിനോട് ചേർത്ത് വെച്ച ജീവിതത്തിൻ്റെ സ്ഥാനത്താണ് പരിശുദ്ധ പരിമല തിരുമേനിയെ കാണുന്നത്. ഇന്നിവിടെ അത്ഭുതങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ പരിശുദ്ധന്റെ ശക്തി നമ്മിലേക്ക് വരുന്നതാണ്, മറ്റെങ്ങൊന്നുമല്ല. കർത്താവിൽ കൂടി സഞ്ചരിച്ച് പരിശുദ്ധ പരിമലൽക്കു തിരുമേനി എന്ന് പറയുന്ന ചാനൽ കൂടി എത്തി നമ്മിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ പോലെ ആയിത്തീരുവാൻ തക്കവണ്ണം ആദമും ഹവ്വായും ഏദൻ തോട്ടത്തിൽ നിൽക്കുന്ന അവസരത്തിൽ കർത്താവിനോട് കൂടെ അവർ നടക്കുന്നുണ്ട്. ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടക്കുന്നുണ്ട്. ദൈവത്തിന്റെ കൂടെ നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. പക്ഷേ ഈ പത്രോസിനെ പോലെ നടന്നു തുടങ്ങുമ്പോൾ ഭയങ്കര തീഷ്ണതയാ, നോമ്പ് തുടങ്ങുമ്പോൾ ഭയങ്കര തീഷ്ണതയാ,
നോമ്പിന്റെ മധ്യത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ തീഷ്ണതയൊക്കെ കുറഞ്ഞു പോകും. പക്ഷേ ദൈവം പറയുന്നത്, മകനെ മകളെ, ഈ നോമ്പ് നീ നോറ്റാൽ, വ്രതശുദ്ധിയോടുകൂടി നീ പോയാൽ നീ ദൈവത്തെ പോലെ ആയിത്തീരും. അത് സാത്താൻ പറഞ്ഞ കാര്യമല്ല. ഈ ഫലം ഭക്ഷിച്ചാൽ നീ ദൈവത്തെ പോലെ ആയിത്തീരുമെന്ന് പറഞ്ഞതല്ല. പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്, ഒരു മനുഷ്യൻ തയോസിസിലേക്ക്, ദൈവീകരണത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ട് എല്ലാ മനുഷ്യനിലും ആ സാധ്യതയുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലത്താനോസിയോസ് എന്ന് പറയുന്ന പിതാവ് പറയുന്നത്, ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മൺമേരായ മനുഷ്യരെ ദൈവീകരാക്കി മാറ്റുവാനാണെന്നാണ്. ദൈവീകരാക്കി മാറ്റുവാനാണ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നടന്നെത്തുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കും എന്നുള്ള വലിയ വിശ്വാസമാണ് എന്നിലും നിങ്ങളിലും കുടികൊള്ളേണ്ടത്. എന്നാൽ ആ വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ ലോകത്തിൻ്റെ ആശങ്കകൾ കൊണ്ടാണ്, ഭയം കൊണ്ടാണ്. ഭയം കൊണ്ടാണ്. സദൃശ്യവാക്യം 30-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും രാജാക്കന്മാരുടെ അരമനകളിൽ ചെന്നെത്തുന്നു. വീട്ടിലെല്ലായിടത്തും പല്ലിയില്ലേ? എത്ര ഓടിച്ചു വിട്ടാലും ഓട് വരും. എത്ര ഓടിച്ചു വിട്ടാലും പല്ലിയെ നമുക്ക് വീട്ടിൽ കാണാം. സദൃശ്യവാക്യങ്ങളിൽ ആഗൂരെന്ന് പറയുന്ന സദൃശ്യവാക്യങ്ങൾ എഴുതിയ ശലോമോനാണെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. എങ്കിലും ആ ഭാഗം എഴുതിയിരിക്കുന്ന ആഗൂരെന്നാണെന്ന് പറയുന്നുണ്ട്. പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകൾ വയ്ക്കുന്നു. ഭയമില്ല. ഇന്ന് നമുക്ക് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഭീതികരമായ അവസ്ഥയാണ് മനുഷ്യനിൽ ഭയം എന്ന് പറയുന്നത്. ഭയമുണ്ടാവണം. ദൈവത്തെക്കുറിച്ച് നമുക്ക് ഭയമുണ്ടാവണം. എന്നാൽ ദൈവത്തിങ്കിലേക്ക് നടന്നു ചെല്ലുവാൻ ഭയമുണ്ടാകരുത്. പത്രോസിന് പറ്റിയ അബദ്ധം ഇതാണ്. പത്രോസ് അല്പം ഒന്ന് ശങ്കിച്ചു. ആ ശങ്കിച്ചത് ഇപ്രകാരമാണ്, എനിക്കവിടെ ചെല്ലാൻ പറ്റുമോ? കർത്താവ് തന്നെയാണോ അത്? കർത്താവ് തന്നെയാണോ എന്നെ നടത്തുന്നത്? കർത്താവ് തന്നെയാണോ എന്നെ വിളിക്കുന്നത്? കർത്താവ് തന്നെയാണോ എൻ്റെ കൂടെയുള്ളത്? ഈ ചോദ്യം നമ്മുടെ മുന്നിൽ ഭയമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഇല്ലാതെ പോകും. കോൾറിഡ്ജ് എന്ന് പറയുന്ന ഒരു ആംഗലേയ കവി, അദ്ദേഹം പാടുന്നുണ്ട് ഒരു പാട്ടിനകത്തേക്ക്, ഞാൻ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ എൻ്റെ പ്രാർത്ഥന ഉയർത്തുന്നതിന് മുൻപ് തന്നെ ദുഷ്ടചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു, എൻ്റെ പ്രാർത്ഥന ഇല്ലാതെയാക്കി. ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുമ്പോൾ സ്വർഗത്തിൽ കാണുന്ന ഒരു പിതാവിനെ മുന്നിൽ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന ഉയരങ്ങളിലേക്ക് എത്തും. ബൗദ്ധികമായ നമ്മുടെ ബൗദ്ധികത, നമ്മുടെ ബുദ്ധിപരമായ ചിന്തകൾ ദൈവസന്നിധിയിലേക്ക് എത്തും. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ പറയുന്നുണ്ട്, എൻ്റെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ലാഡറിന് മുകളിൽ. എൻ്റെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ലാഡറിന് മുകളിൽ ദൈവത്തിങ്കലിരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് ദൈവിക ജ്ഞാനത്തെ പ്രാപിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ചിലപ്പോൾ പള്ളിയിൽ പോയതും വരുന്നതും ഒരുപോലെ തന്നെ. പോകുമ്പോഴും ഒന്നും കിട്ടുന്നില്ല, തിരിച്ചു വരുമ്പോഴും ഒന്നും കിട്ടുന്നില്ല. കാരണം ബോധമണ്ഡലം എവിടെയായിരുന്നു? ഭൂമിയിൽ തന്നെ വെച്ചേക്കുകയായിരുന്നു. ഈ വിശുദ്ധ കുർബാനയിലൂടെ സ്വർഗത്തിലേക്കൊന്ന് കയറണമെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും വിചാരിച്ചെങ്കിലേ മതിയാകത്തുള്ളൂ. യാക്കോബിനെ പോലെ ഇത് ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവസാന്നിധ്യ ബോധമുണ്ടേ എന്നും മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പത്രോസിനെ പോലെ നമുക്കും പറയുവാനായിട്ട് സാധിക്കണം, കർത്താവാണത്, കർത്താവ് നീട്ടിത്തരും. കർത്താവേ, നിന്റെ അടുക്കലേക്ക് എത്തിച്ചേരുവാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ, നിന്റെ കൃപ ചൊരിയണമേ എന്നാണ് പത്രോസ്ലീഹ പറയുന്നത്. നിന്റെ അടുക്കലേക്കൊന്ന് ചേരുവാൻ നിന്റെ കൈ ഒന്ന് നീട്ടിത്തരണമേ. പ്രിയരെ, ഞാനും നിങ്ങളും
ഇന്ന് ഇവിടെ ഈ ദേവാലയത്തിരിക്കുമ്പോൾ ഒറ്റ പ്രാർത്ഥന മതി നമുക്ക്. വേറൊന്നും ആവശ്യമില്ല. പരീക്ഷ ജയിക്കണമെന്നോ രോഗം മാറണമെന്നോ വേറൊന്നും നമുക്ക് ആവശ്യമില്ല. ആവലാദികളും ഒന്നും ആവശ്യമില്ല. ഒറ്റ പ്രാർത്ഥന മതി. ദൈവമേ, നിന്റെ അടുക്കലേക്ക് വരുവാൻ നിന്റെ കൃപയൊന്ന് ചൊരിയണമേ. നിന്റെ അടുക്കലേക്ക് വരുവാൻ നിന്റെ കൃപയൊന്ന് ചൊരിയണമേ. നിന്റെ കൃപയുണ്ടെങ്കിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നത് പോലെ എൻ്റെ കൃപ നിനക്ക് മതി. അത് ബാക്കിയുള്ള കാര്യം ദൈവം തമ്പുരാൻ നോക്കിക്കൊള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലത്തെ കാറ്റിൽ കൂട് നഷ്ടപ്പെട്ട കുരുവി ഇന്ന് രാവിലെ പ്രഭാതമായപ്പോൾ ആ കുരുവി ശിഖരങ്ങളിൽ വന്നുകൊണ്ട് പാട്ട് പാടുകയാണ്. കുരുവി പാട്ടുകൾ പാടുമ്പോൾ അടുത്ത് നിന്ന ആൾ ചോദിക്കുകയാണ്, ഇന്നലെ നിന്റെ വീട് നിനക്ക് നഷ്ടപ്പെട്ടില്ലായിരുന്നു? ഇന്നലെ നിനക്ക് നിന്റെ വീട് നഷ്ടപ്പെട്ടില്ലേ? നിന്റെ കൂട് നഷ്ടപ്പെട്ടില്ലേ? നീ എങ്ങനെയാണ് നിനക്ക് ഇന്ന് പാടുവാൻ സാധിക്കുന്നത്? നിനക്ക് പേടിയില്ലേ? ഭീതിയില്ലേ? കുരുവി പറയുകയാണ്, ഇന്നലെ നഷ്ടപ്പെട്ട കൂടിനെ ഓർത്തല്ല, ഇന്നലെ നഷ്ടപ്പെട്ടു പോയ എൻ്റെ കൂടിനെ ഓർത്തല്ല, എൻ്റെ വീടിനെ ഓർത്തല്ല, ഇന്നെന്നെ നടത്തുന്ന എൻ്റെ ദൈവത്തെ ഓർത്ത്. അതുകൊണ്ടാണല്ലോ പറയുന്നത്, രാവിലെ നമ്മൾ പാടാറില്ലേ, മൃഗജാലങ്ങൾ ഉണർന്നിരുന്ന സമയത്ത് നമ്മൾ കിടന്നു, മൃഗജാലങ്ങൾ ഉറങ്ങിയിടുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്. പക്ഷികളും മൃഗങ്ങളും എല്ലാം ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. അതുപോലെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഞാനൊരു കമ്മ്യൂണിറ്റിയെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അമേരിക്കയിലുള്ള ഒരു സ്ഥലത്ത് നിങ്ങളൊക്കെ ഇന്ന് കാണുന്ന, നിങ്ങൾ പലപ്പോഴും ഈ ന്യൂസുകളിലൊക്കെ കാണുന്നത് അമേരിക്കയെ പറ്റിയുള്ള ഒരു ചിത്രമുണ്ട്. വലിയ ചുംബികളായ വലിയ വലിയ കെട്ടിടങ്ങളും വലിയ വലിയ കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. എന്നാൽ അവിടെ പെൻസിൽവേനിയ എന്ന് പറയുന്ന ദേശത്ത് ഒരു കൊച്ചു കമ്മ്യൂണിറ്റി ഉണ്ട്. ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അവിടെ തിയോളജിയൊക്കെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, അത് വ്യത്യസ്തമാണ്. ഒരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ അവരുടെ ജീവിത ശൈലിയിൽ ഉള്ള ഒരു ദൃഢനിശ്ചയം, അതിനെപ്പറ്റിയാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അമേരിക്കയിൽ മൊബൈൽ ഉപയോഗിക്കാതെയോ ഫോൺ ഉപയോഗിക്കാതെയോ ഫാൻ ഉപയോഗിക്കാതെയോ AC ഉപയോഗിക്കാതെയോ കാർ ഉപയോഗിക്കാതെയോ മോഡേൺ ടെക്നോളജികൾ ഒന്നും ഉപയോഗിക്കാതെ നിൽക്കുന്ന ഒരു സമൂഹം. ഏകദേശം 460 വർഷങ്ങൾക്ക് മുമ്പ് പെൻസിൽവേനിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കമ്മ്യൂണിറ്റി നിലനിൽക്കുകയാണ്. അവർ യന്ത്രങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പോഴും പഴയ കലപ്പയും പഴയ കാര്യങ്ങളൊക്കെ. അവർക്ക് വണ്ടിയില്ല. അവരുപയോഗിക്കുന്നത് കുതിരയുടെ വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് ഇലക്ട്രിസിറ്റി ഇല്ല. അവരത് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അവർക്ക് മൊബൈലില്ല. രാത്രിയിൽ കിടക്കുമ്പോൾ തലയണയുടെ അടുത്തേക്ക് മൊബൈൽ വെച്ചുകൊണ്ട് കിടക്കുകയല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏറ്റവും വലിയ ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് പരതി നടക്കുകയല്ല. അങ്ങനെ അവർക്ക് എങ്ങനെ ജീവിക്കാം? എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് അവരുടേത്. അവിടെ ആൾക്കാർ അവരുടെ ഒരു സമൂഹമാണ്. അവരാരെയും നിർബന്ധിക്കാറില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് തന്നെ തീരുമാനമെടുക്കാനായിട്ട് അവർക്ക് ആ കമ്മ്യൂണിറ്റിയിൽ നിലനിൽക്കണോ അതോ പുറത്തു പോയി സുഖസൗകര്യങ്ങളോട് ജീവിക്കണമോ. മെജോറിറ്റിയും ആൾക്കാർ അവരുടെ കമ്മ്യൂണിറ്റി തന്നെ നിലനിൽക്കും. കാരണം ആ ഒരു ജീവിത ശൈലി. ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ, ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങൾ അല്പനേരത്തേക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മളെല്ലാം ഭയങ്കരമായ ഭയചകിതരാകാറുണ്ട്. പ്രിയരെ, ഞാനും നിങ്ങളും ഇന്ന്
കടന്നു വന്നിരിക്കുന്ന ഈ ദിവസത്തിൽ ഇപ്രകാരം നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കട്ടെ. ദൈവമേ, ധരമേൽ നാട്ടിയ ഗോവേണി പോലെ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. രണ്ടാമതായിട്ട്, ഈ പത്രോസിനെ പോലെ കർത്താവിൻ്റെ അടുക്കലേക്ക് ഒന്ന് നടന്നെത്തുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഈ രണ്ട് കാര്യങ്ങളും വ്യാഴാഴ്ച പ്രഭാത നമസ്കാരത്തിൽ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് ഉദയത്തിങ്കിൽ ഉണരുമ്പോൾ, പ്രഭാതത്തിൽ ഉണരുമ്പോൾ നമുക്കങ്ങനെയും ചിന്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമായ നോമ്പിലൂടെ, പരിശുദ്ധമായ പെരുന്നാളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധമായ മാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് താബോർ മലയുടെ മറുരൂപത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ